എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. പിന്നെ ഒരു എക്സ്പോണൻഷ്യൽ ഫോമിൽ, അതായത് ഇ റേസ് ടു എക്സ് എന്നുള്ള ഫോമിലേക്ക് ഒരു സീക്വൻസിനെ മാറ്റി എങ്ങനെ എഴുതാമെന്നാണ്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് നമ്മൾ നേരത്തെ നമ്മൾ ഫൈൻഡ് ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ദി സീക്വൻസ് എന്നായിരുന്നു. ഇനിയിപ്പോ കാണാൻ പോണത് ഫൈൻഡ് ദ എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ദി ഗിവൺ സീക്വൻസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻസിൽ കാണാൻ പോണം. സോ അങ്ങനെ വരുമ്പം ഈ ഒരു സാധനത്തിന് നമ്മൾ എങ്ങനെ സീക്വൻസ് ആയിട്ട് എഴുതും? ഈ ഒരു ഫോർമുല ആയിരിക്കും. നേരത്തെ നമ്മൾ എങ്ങനെ കണ്ടത്? a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് a3x³ ഇങ്ങനെയല്ലേ എഴുതിയിരിക്കണത് നേരത്തെ. ഇവിടെ ആകെ ഒരു വ്യത്യാസം വന്നത് ഈ x²/2 ഫാക്ടോറിയൽ a0 പ്ലസ് ഇവിടെ വരുമ്പോ a1x പ്ലസ് a2x²/2 ഫാക്ടോറിയൽ a3x³/3 ഫാക്ടോറിയൽ പ്ലസ് ഇങ്ങനെ പോകും. അതാണ് ഇവിടെ വന്നപ്പോൾ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. നോക്കിയാൽ കാണാം, ഇതാണ് ആ വ്യത്യാസം. ഇത് ഫസ്റ്റ് കേസ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, നോർമൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ ഒരു ഫോമിൽ നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസിനെ ഈ ഒരു ഫോമിലേക്ക് എഴുതും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇ റേസ് ടു എക്സ്, അതായത് ഈ ഇ റേസ് ടു സംതിങ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പോണത്. ഇവിടെ ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് x/1 ഫാക്ടോറിയൽ പ്ലസ് x²/2 ഫാക്ടോറിയൽ പ്ലസ് ഇങ്ങനെയായിരിക്കും ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ. അതായത് ഫോർമുലയാണ്, അതായത് മാക്ലൂറിയൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇതാണ്. ജസ്റ്റ് ഒരു എക്സ്പാൻഷൻ പോലെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ നമുക്കൊരു തന്നിക്കുന്ന നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നിക്കുന്ന ഒരു സീക്വൻസിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പൊ 1 -1 1 -1 നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടായിരുന്നു, പക്ഷെ അവിടെ നോർമൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്, ഇവിടെ എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്താണ്? a0 പ്ലസ് a1x പ്ലസ് a2x²/2 ഫാക്ടോറിയൽ പ്ലസ് a3x³/3 ഫാക്ടോറിയൽ ഇങ്ങനെയാണല്ലോ നമുക്ക് ഇവിടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് 1. നെക്സ്റ്റ് a1 എന്ന് പറഞ്ഞാൽ -1 ആണ്, -1x പ്ലസ് 1x²/2 ഫാക്ടോറിയൽ മൈനസ് x³/3 ഫാക്ടോറിയൽ അങ്ങനെ പോകും. അതാണ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇതിനെ വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതി, അതാണ് ഈ ഫോം. ഇതെന്ന് പറയുന്നത് ഇ റേസ് ടു -x, അതായത് നമ്മൾ ഇ റേസ് ടു എക്സ് എന്താണ് കണ്ടത്? ഈക്വൽ ടു 1 പ്ലസ് x/1 ഫാക്ടോറിയൽ പ്ലസ് x²/2 ഫാക്ടോറിയൽ പ്ലസ് x³/3 ഫാക്ടോറിയൽ. ഈ ഒരു ഫോമിലാണ് ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ എന്ന് കണ്ടു. ഈ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ഒരു -x എന്നുള്ള രീതിയിലല്ലേ ഇരിക്കണത്? ഈ എക്സിന് വരെ ഇവിടെ ഒരു -x എന്നാണ് കിടക്കണത് അല്ലേ? അപ്പൊ എന്താണ്? ഈ ഇ റേസ് ടു എക്സ് എന്താവും? -x എന്ന് എഴുതും, അത്രേ ഉള്ളൂ, വേറെ ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പൊ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പൊ ഇവിടെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 2² 2³ ഇതാണ് അടുത്തത് നമുക്ക് കയ്യിലുള്ളത് അല്ലേ? അപ്പൊ ഇതിനെ നേരത്തെ പോലെ a0 a1 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ a0ന്റെ സ്ഥാനത്ത് 1, a1 എന്ന് പറയുമ്പോൾ 2, a2 എന്ന് പറയുമ്പോൾ 2², a3 എന്ന് പറയുമ്പോൾ 2³ അങ്ങനെ പോകും. ഇതിനെ നമുക്ക് ഒരു ഇങ്ങനെ എഴുതാലോ. 2x ഒരു ഒറ്റ ടേം ആയിട്ട് എഴുതി അല്ലേ? ഇവിടെ 2x ഒറ്റ ടേം ഒരു ബ്രാക്കറ്റ് ഇട്ട് എഴുതി. 2² x² ആണ്. ആ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2x ഹോൾ സ്ക്വയർ ആയി. ഇവിടെ ക്യൂബിനെ പുറത്തെടുത്താൽ 2x ഹോൾ ക്യൂബ് ആയി. ഇതെന്താണ്? ഈ ഒരു ഫോമിലല്ലേ ഇരിക്കണം. എക്സിന്റെ സ്ഥാനത്ത് 2x എന്ന് നടക്കുന്നതേ ഉള്ളൂ, x² സ്ഥാനത്ത് 2x അങ്ങനെ കിടക്കുന്നു, അതല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ലല്ലോ, ഒരു ചേഞ്ചും കാണാനില്ല. അപ്പൊ എന്ത് പറ്റി? ഇവിടെ ഇ റേസ് ടു എക്സ് ഇതാണ് എക്സ്പാൻഷൻ എങ്കിൽ ഇതിനകത്ത് ഒരു 2x എന്നുള്ള ഫോമിലാണ് വന്നെങ്കിൽ ഇ റേസ് ടു 2x എന്നാവും. അത്രേ ഇവിടെ ചേഞ്ച് വരുന്നുള്ളൂ. എല്ലാ ബാക്കി ക്വസ്റ്റ്യൻസും ഇതേപോലെ തന്നെ. ഇവിടെ 1 a² a റേസ് ടു 4 a റേസ് ടു 6 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ്. ഇത് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നേരത്തെ കണ്ട പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ a² x, അതായത് നമ്മൾ ഫസ്റ്റ് ടേം എന്താണെന്ന് നോക്കുക. ഫസ്റ്റ് ടേമില്ല, 1 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വരുന്ന ടേം ഇല്ലേ, ആ ടേമിനെ അവിടെ വച്ചിട്ട്
ആ ടേമിന്റെ കൂടെ ഓരോ പവർ ഇങ്ങനെ കൊടുക്കും. പവർ ബാക്കി എല്ലാ ടേംസും ആ ടേമിന്റെ മുകളിലുള്ള പവർ എന്നുള്ള രീതിയിൽ ഇവിടെ 2x ആയിരുന്നു ഫസ്റ്റ്, അതായത് 1 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ടേമിലുള്ള എക്സിന്റെ ഇതെന്ന് പറയുന്നത്. അടുത്ത് വന്നപ്പോ അതിന്റെ പവർ ആയി 2x സ്ക്വയർ ആയി. അടുത്ത് വന്നപ്പോ 2x ക്യൂബ് ആയി, അതിന്റെ പവർ ആയി പോയി. ഇതുപോലെ തന്നെ ഇവിടെ എ സ്ക്വയർ എക്സ് ആണ്. ഇതിന് എ റേസ്റ്റ് 4 എക്സ് സ്ക്വയർ ഒരു സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ എ സ്ക്വയർ എക്സ് ഹോൾ റേസ്റ്റ് 4 ആയി. അതുപോലെ ഇവിടെ ഒരു ക്യൂബ് പുറത്തേക്ക് എ സ്ക്വയർ എക്സ് ഹോൾ റേസ്റ്റ് 3 ആയി. അതായത് ഫസ്റ്റ് ഈ ഒരു ടേം ഇല്ലേ, ഇത് വെച്ച് നമുക്ക് ഏകദേശം അനലൈസ് ചെയ്യാം ആ ഒരു സാധനം എങ്ങനെയായിരിക്കും പോകുന്നതെന്ന്. ഇവിടെ ഈ എക്സിന്റെ സ്ഥാനത്ത് എ സ്ക്വയർ എക്സ് എന്ന് വന്നു. അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ്? ഇവിടെ ആ ഒരു വ്യത്യാസം പറഞ്ഞാൽ ഈ ഒരു സാധനം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയല്ലേ കിടക്കണത്, ഇതിനെ എളുപ്പത്തിന് വേണ്ടി ഒരു എ പുറത്തെടുത്തു. നമുക്ക് അറിയാവുന്ന ഒരു ഫോമിലേക്ക് കൊണ്ടുവരണമല്ലോ, അതിന് വേണ്ടിയിട്ട് എ പുറത്തെടുത്തു. അപ്പൊ 1 പ്ലസ് എ സ്ക്വയർ എക്സ് ബൈ 1 ഫാക്ടോറിയൽ നേരത്തെ പോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ കണ്ട ക്വസ്റ്റ്യൻ പോലെ തന്നെ കിട്ടി. ഒരു എയും കൂടെ അതിനൂടെ മൾട്ടിപ്ലൈ ആയിരുന്നേ ഉള്ളൂ. ഇവിടെ വന്നപ്പോ ഒരു 0 എന്ന് സ്റ്റാർട്ട് ചെയ്യണല്ലേ. 0 ഇവിടെ 1 ആയിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എക്സ് അടുത്ത ടേം എക്സും ആണ്. എക്സിനെ നമുക്ക് പുറത്തെടുക്കാം. അതായത് നമുക്ക് അറിയാവുന്ന ഒരു ടേമിലേക്ക് ഇതിനെ കൊണ്ടുവരണമെന്നേ ഉള്ളൂ. അപ്പൊ എക്സിനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും. എക്സിനെ പുറത്തെടുത്ത് ഇവിടെ അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 പ്ലസ് എക്സ് പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഇൻറ്റു 2 സ്ക്വയർ എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. ഇത് നമുക്കിത് അറിയാവുന്ന ടേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സിനെ പുറത്തെടുത്താൽ പോരാഞ്ഞിട്ട് എക്സിനെ മാത്രം പുറത്തെടുത്താൽ 1 പ്ലസ് 2 ഇൻറ്റു 2 എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്നാണ്. അപ്പൊ ഇത് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എപ്പോഴും 1 ഫാക്ടോറിയൽ ആവണം, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 2 ഫാക്ടോറിയൽ, അങ്ങനെ മാറണം. ആ ഒരു ഫോമിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്തെന്ന് വെച്ചാൽ ഈ 2 ഫാക്ടോറിയൽ 2 ഇൻറ്റു 1 അല്ലേ, ഈ 2 ക്യാൻസൽ ആയി. അപ്പൊ ഇവിടെ 1 ഫാക്ടോറിയൽ എന്നായി. ഇവിടെ എത്തിയപ്പോ ഈ അടുത്ത് ഈ ടേം എത്തിയപ്പോ 3യും ഇവിടെ 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നാണ്. ആ 3യും 3യും ക്യാൻസൽ ആയി. അടുത്ത് വരുമ്പോ 4 ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് എന്നാണ്. എക്സ് റേസ്റ്റ് 4 ആണ്. ആ 4ഉം ഈ ഇവിടെ ഡിനോമിനേറ്ററിലെ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നുള്ളതില് 4ഉം ക്യാൻസൽ ആവും. അപ്പൊ അവിടെ 3 ഫാക്ടോറിയൽ എന്നാവും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ എക്സ് ഇ റേസ്റ്റ് 2x എന്നുള്ള കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഒരു തന്നിട്ടുണ്ടാവും, അതിന്റെ സീക്വൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവും. അതിന്റെ സീക്വൻസ് ഫോമിലേക്ക് നമ്മൾ ഇപ്പൊ ചെയ്തതിനെ നേരെ റിവേഴ്സ് ചെയ്യണം. ഇവിടെ 3 ഇ റേസ് ടു 3x ആണ്. അപ്പൊ 3 എന്നൊക്കെ അവിടെ എടുത്ത് മാറ്റി വെക്കാം. ഈ ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ എന്താണ്? എക്സ് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ, ഇതെല്ലാം നമ്മൾ കണ്ടു, എക്സ്പാൻഷൻ കണ്ടായിരുന്നു. അപ്പൊ ഇവിടെ 3x ആണ്. ആ എക്സിന്റെ സ്ഥാനത്ത് 3 വരും. സോ 1 പ്ലസ് 3x ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 3x ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 3x ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ, ഇങ്ങനെ ഒരു ഫോമിലേക്ക് വന്നു. അതായത് നമ്മളുടെ അതിനെ വീണ്ടും കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തു. അതായത് ഇനിയിപ്പോ നമ്മളുടെ പവർ അകത്തേക്ക് പവർ പുറത്തിട്ടുന്ന അകത്തേക്ക് മൾട്ടിപ്ലൈ. അതായത് നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ കണ്ടില്ല, അതിനെ നേരെ റിവേഴ്സ് ചെയ്തു. ആ ഒരു പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. നമ്മളിപ്പോ ഇങ്ങനെയല്ലേ പോയത്, അതിനെ തിരിച്ച് കൊണ്ടുവരെയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 3 into 1 plus 3x by 1 factorial 3 square x square by 2 factorial plus 3 cube x cube by 3 factorial, ആ ഒരു ഫോമിലേക്ക് വന്നു. ഇതിനെ നമ്മൾ നേരത്തെ ഈ ഒരു സീക്വൻസ് ആയിട്ട് ഇതിനെ നമുക്ക് ആ ഒരു ടേംസ് മാത്രം എടുക്കാമല്ലോ, കോഎഫിഷ്യൻസ് മാത്രം എടുത്തു. ദാറ്റ് ഈസ് 3 into 1 3 സ്ക്വയർ. അതിനെ 3നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. സോ 3, 3 സ്ക്വയർ, 3 ക്യൂബ്, അങ്ങനെ പോയി. പ്രത്യേകിച്ചൊന്നുമില്ല, നേരത്തെ ചെയ്തതിന് നേരെ റിവേഴ്സ് അടിച്ചു, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ 6 ഇ റേസ് ടു 5x, 6നെ പുറത്ത് വെച്ചു, അകത്ത് 5 ഇ റേസ് ടു 5x എക്സ്പാൻഡ് ചെയ്ത് എഴുതു. അതുപോലെ 3നെ പുറത്തിട്ടു, ഇ റേസ് ടു 2x എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അപ്പൊ എന്നിട്ട് അതിനെ സമ്മേഷൻ ആക്കി നമ്മൾ കോമൺ എടുത്ത് അതിന്റെ എക്സ്പാൻഷൻ എടുത്തു.
ഇതെന്ന് പറയുന്നത് ഇതിനെ കോമൺ എടുക്കുമ്പോൾ 5x⁴n ഫാക്ടർ. ശരിക്കും ഇതിന് ഈ എളുപ്പത്തിന് വേണ്ടി നമുക്ക് സമ്മേഷൻ 0 to infinity 5x⁴n ഫാക്ടോറിയലും ഇതാണെങ്കിൽ ഈ ഒരു ഫോമിൽ എഴുതാമല്ലോ. അതായത് നമ്മൾ നേരത്തെ കണ്ടൊക്കെ പോലെ തന്നെ അതിന് സമ്മേഷൻ ഫോമിൽ എഴുതിയിരിക്കുന്നേ ഉള്ളൂ. അതെന്ന് പറയുന്നത് 5n into 2n. അതായത് ഈ ഒരു സമ്മേഷനെ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. 6 into 6 5n - 3 2n എന്ന് എഴുതാൻ പറ്റും. അത് നമ്മൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അതായത് ഇപ്പൊ അവിടെ 4 ആണെങ്കിൽ 4n ആയിരിക്കും, 5 ആണെങ്കിൽ 5n ആയിരിക്കും. അതെങ്ങനെയാണോ അതെന്താണോ ടേം ഇവിടെ വന്നത് ആ ഒരു ഫോം. അപ്പൊ അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ നമ്മൾ എഴുതുക. n = 0 1 2 3 എന്ന് പറഞ്ഞു വരുമ്പോ ആ സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 into n 0 ആണെങ്കിൽ 5⁻0 - 3 2⁻0, 6 into 5⁻1, -3⁻2⁻1, 6 into 5⁻2 -3 into 2⁻2. അപ്പൊ ഇതെന്തോ ഇത് എന്ന് പറയുമ്പോ 6 - 3 എന്ന് വരും, 3 വരും. അപ്പൊ 6 5 30 -6 24. അതുപോലെ ആ ഒരു സാധനമാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തേക്ക് മതി. ഇതിൽ എന്തെങ്കിലും ക്ലിയർ ആവാതെ ഉണ്ടോ? എനിക്ക് എളുപ്പമാണ് ഈ മോഡ്യൂള്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇന്നത്തേക്ക് മതി. എന്നെ അടുത്ത ക്ലാസ്സിലോ. ഓ.